യുവതിക്ക് കുട്ടികളുണ്ടാകാൻ മന്ത്രവാദം. അതിന്റെ മറവിൽ സഹോദരൻ 14-കാരനെ ലൈംഗിക പീഡനത്തിനും ഇരയാക്കി. കേസിൽ വളാഞ്ചേരി സ്വദേശി സൈനുൽ ആബിദിന് 17 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മഞ്ചേരി അതിവേഗ പോക്സോ കോടതി. വിചാരണ സമയത്ത് മുങ്ങിയ പ്രതിയെ പോലീസ് മംഗലാപുരത്ത് നിന്നാണ് പൊക്കിയത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 4 മാസം സൈനുൽ ആബിദീൻ 14-കാരനെ പീഡിപ്പിച്ചു. 14-കാരന്റെ സഹോദരിക്ക് കുട്ടികളുണ്ടാവാത്ത പ്രശ്നം മന്ത്രവാദത്തിലൂടെ പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് സൈനുൽ ആബിദീൻ കുട്ടിയുടെ കുടുംബത്തിന്റെ വിശ്വാസം നേടിയത്. വീട്ടിൽ മന്ത്രവാദം നടത്തി തിരികെ പോകുമ്പോൾ 14-കാരനെ ലോഡ്ജിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചിരുന്നത്. IPC 377 വകുപ്പ് പ്രകാരം 10 വർഷത്തെ കഠിന തടവിനും പോക്സോ ആക്ടിലെ 9L റെഡ് വിത്ത് 10 പ്രകാരം 7 വർഷത്തെ കഠിന തടവിനും 2,50,000 രൂപ പിഴയ്ക്കും വിധിച്ചിട്ടുള്ളത്. ഈ പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം ഈ സംഖ്യ കുട്ടിക്ക് കൈമാറാനും കുട്ടിക്ക് അതിജീവിതനായ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനും ബഹുമാനപ്പെട്ട കോടതി വിധിയിൽ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടിയോട് എന്തു പറ്റിയെന്ന് സഹോദരി ചോദിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഉടൻ തന്നെ വിഷയം അരീക്കോട് പോലീസിൽ അറിയിച്ചു. 2025 ജനുവരിയിൽ വിധി പറയാനിരുന്ന കേസ് പ്രതി ഒളിവിൽ പോയതിനെ തുടർന്ന് മാറ്റിയിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 4 ദിവസം മുമ്പാണ് ഇയാളെ മംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. ഇദ്ദേഹം ഒരു പള്ളിയിലെ ഉസ്താദല്ല, അതിനു പകരം ഇദ്ദേഹം ഇങ്ങനെ മന്ത്രവാദ ചികിത്സ നടത്തി വരുന്ന ഒരു ഉസ്താദാണ്. ഇയാൾ ഉസാമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളാഞ്ചേരിക്കാരനായ ഈ പ്രതി ഇത്തരം നിരവധി മറ്റൊരു കേസിലും ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസ് പെരിന്തൽമണ്ണ കോടതിയിൽ നിലവിലുണ്ടായിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.